ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ ബോട്ടിൽ ആർട്ട് വർക്കായിട്ടാണ്. 3 ഡയമെൻഷൻ രീതിയിൽ, അതായത് നമുക്കൊരു 360 ഡിഗ്രി എഫക്റ്റോട് കൂടി നമുക്കൊരു ബോട്ടിൽ ആർട്ട് വർക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇവിടെ ഞാനൊരു കുപ്പി നന്നായി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കൊടുക്കുന്ന പെയിൻറ് എന്ന് പറയുന്നത്, യൂസ് ചെയ്തിരിക്കുന്ന പെയിൻറ് വാട്ടർ കളർ പെയിൻ്റാണ്. അപ്പോൾ എനിക്ക് കുപ്പിയുമേ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടമായത് വാട്ടർ കളറായിരുന്നു. നമുക്ക് ഫാബ്രിക് പെയിൻറ്റും വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതേമാതിരി ഓയിൽ പെയിൻറ്റ് യൂസ് ചെയ്യാം. എനിക്ക് ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഷെയ്ഡിങ് കൊടുക്കാനും അതിനൊക്കെ ഒരു ഒത്തിരി ബുദ്ധിമുട്ട് ടൈറ്റായിട്ട് തോന്നി. അപ്പോൾ ഇതാകുമ്പോൾ സ്മൂത്തായിട്ട് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും വാട്ടർ കളർ ആകുമ്പോൾ വാട്ടർ തട്ടുമ്പോൾ കേടായി പോവില്ലേന്ന്. അപ്പോൾ നമ്മൾ ഇതെല്ലാം വർക്കും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്ലിയർ വാർണിഷ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് മേടിക്കാൻ കിട്ടും. ആ വാർണിഷ് നമുക്ക് ലാസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അത് അവിടെ ഇരുന്നോളും. അപ്പോൾ ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത്, നമ്മൾ ഒരു കുപ്പിയും ഞാൻ എടുത്തിരിക്കുന്ന ഒരു സീനറി വർക്കാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഒരു ബ്രിഡ്ജ്, വാട്ടർ, പിന്നെ ഒരു ട്രീ, അങ്ങനത്തെ ഒരു സീനറി വർക്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊരു 360 ഡിഗ്രിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഓരോന്നും, നമ്മളിവിടെ ചിത്രം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏതിൽ കൂടെ നോക്കി കഴിഞ്ഞാലും ആ സീനറിയുടെ ആ ഒരു ലുക്ക് കിട്ടണം അല്ലേ. അപ്പോൾ അതുമാതിരി തന്നെ നമ്മൾ ഉള്ളിൽ നിന്ന് നോക്കുമ്പോഴും നമുക്ക് നമ്മൾ എന്താണോ വരച്ചിരിക്കുന്നത് അതിൻ്റെ ആ ഒരു പൂർണ്ണത നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചിത്രം വരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ കൊടുക്കുന്ന എന്താണോ അത് ഏറ്റവും ലാസ്റ്റും അവസാനം ചെയ്യുന്നത് ഫസ്റ്റും ചെയ്യണം. അപ്പോൾ നമ്മൾ ഷെയ്ഡിങ് ഒക്കെ കൊടുക്കുന്നത് ആദ്യം കൊടുത്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് നമ്മൾ കൊടുക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഗ്രാസ് ഒക്കെ വരയ്ക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റായിരിക്കും നമ്മൾ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ലൈറ്റ് ഷെയ്ഡ് ആദ്യം, ഡാർക്ക് ഷെയ്ഡ് അവസാനമായിട്ട് കൊടുത്താലാണ് നമുക്ക് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മളിതിലൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ട്, അതായത് പെയിൻറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്കിത് പെയിൻറ്റിങ്, അതായത് നമുക്ക് വർക്ക് വരയ്ക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചിത്രം വേണമെങ്കിലും നമുക്കിതുപോലെ ഒട്ടിച്ചേക്കാം. അപ്പോൾ അത് നമുക്ക് 3D ആയിട്ടേ കിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് 360 ഡിഗ്രിയിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. അപ്പോൾ ഞാൻ എല്ലാതും വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ലാസ്റ്റ് നമ്മൾ ചെയ്യുന്ന ആ ഒരു കാര്യം ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ തന്നെ വെക്കാനും ഈ കുപ്പി ഭംഗി ഉണ്ടാവും. നമുക്കൊരു 360 ഡിഗ്രി എഫക്റ്റ് കിട്ടും. അപ്പോൾ ആ ഒരു എഫക്റ്റ് കൂടുതൽ ഭംഗി വരുത്താനായിട്ട് നമുക്കിതിൽ വാട്ടർ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഇതൊരു ലൈറ്റ് ലാമ്പ് പോലെയാണ് കേട്ടോ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡ് 3D എഫക്റ്റ് മാത്രമേ ഞാനിപ്പോൾ ഈ ഒരു കുപ്പിയിൽ നിന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു സൈഡ്, അതിൻ്റെ ഈ കുപ്പിയുടെ ഹാഫ് പോർഷൻ ഞാൻ ഒരു സ്കൈൻ്റെ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളിതൊക്കെ ചെയ്യണത് ഏറ്റവും എല്ലാതും ഉണങ്ങിയതിന് ശേഷം മാത്രമേ ആ ഒരു വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എല്ലാം കൂടി മിക്സായി നമ്മൾ വരച്ചതൊക്കെ കൊളായി പോവും. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ വേറൊരു പെയിൻറ്റിങ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വാട്ടർ ഒഴിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് കാണാം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ വാട്ടർ ഒഴിച്ച് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതൊന്ന് നമുക്ക് സൂമായി കാണും. അപ്പോൾ ഈ ഒരു ഞാൻ ഉദ്ദേശിച്ച വർക്കിന് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്ക്വയറിൻ്റെ കുപ്പികളാണ് കേട്ടോ. സ്ക്വയർ ഷേപ്പിലുള്ള കുപ്പികളാണ്. അതുമാതിരി അത്ര വൈഡ് അല്ലാത്ത കുപ്പികളുണ്ടല്ലോ, അതാണ് കൂടുതൽ നമുക്കിത് ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഞാനിവിടെ വരച്ച ചിത്രത്തിൽ എനിക്കൊരു അബദ്ധം പറ്റിയതെന്ന് വെച്ചാൽ, ഞാൻ വരച്ച ബ്രിഡ്ജ് കുറച്ചും കൂടി ചെറുതാക്കി വരയ്ക്കണമായിരുന്നു. കാരണം കുപ്പി വൈഡായ കാരണം ഒന്നും കൂടി സൂമായിട്ടാണ് കാണുക. അപ്പോൾ ചെറുതാക്കി വരയ്ക്കുമ്പോൾ ആ സൂമായിട്ട് വരുമ്പോൾ ആ ഒരു എഫക്റ്റ് നമുക്ക് കറക്റ്റ് ആ ചിത്രം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ ഞാൻ വരച്ചത് ചെറുതായി ഒന്ന് വലുതായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു പൂർണ്ണത ശരിക്കും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ആ ഒരു അബദ്ധം നിങ്ങൾക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇത് പറഞ്ഞു തന്നത്. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, ആ ഒരു വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് കാണുന്ന എഫക്റ്റാണ് ഇത്. ശരിക്കൊരു പെയിൻറ്റിങ് വർക്ക്, അല്ലെങ്കിൽ നമുക്കൊരു ശരിക്കും നമ്മളൊരു 3D എഫക്റ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. അപ്പോൾ ഞാൻ ഈ കുപ്പിയുടെ അടിഭാഗത്ത് ഇത്തിരി പ്രൊജക്ഷൻ ഉള്ള കാരണം അതിൻ്റെ അടിയിൽ ഞാൻ ലൈറ്റ് വയ്ക്കുകയാണ് ചെയ്തത്.
അതാണ് നേരത്തെ നമ്മൾ കണ്ട പിക്ചറിൽ ലൈറ്റായിട്ട് വന്നത്. ലൈറ്റ് ലാമ്പായിട്ടാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ യൂസ് ചെയ്ത് കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ ത്രെഡ് വർക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ കംഫർട്ടിൻ്റെ മൂടിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാൻ പറഞ്ഞില്ലേ ലൈറ്റ് വെച്ച് കൊടുത്ത കാരണം നമുക്ക് ലൈറ്റ് ലാമ്പാവും. പിന്നെ ബാക്കിൽ സ്കൈ കൊടുത്ത കാരണം അത്ര വൈഡായിട്ട് ലൈറ്റ് വരില്ല. ആ ഒരു പോർഷനിൽ മാത്രം, അതായത് ഫ്രണ്ട് പോർഷനിൽ നിന്ന് മാത്രം ലൈറ്റ് വരുള്ളൂ. കണ്ടോ? അപ്പോൾ ഈ ഇരിക്കുന്ന കുപ്പികളൊക്കെ അതുപോലെ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ സ്ക്വയർ കുപ്പികൾക്ക് ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ നമുക്ക് അത് എഫക്റ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഓൾ കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മോൾ ഭാഗത്തുള്ള വർക്കിന് നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ അത് നമ്മുടെ കുട്ടികൾക്കൊക്കെ മുടി ഇട്ട് കൊടുക്കുന്ന ബണ്ണാണത്. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ്. അതായത് നമ്മുടെ ഫോട്ടോ വയ്ക്കുക, എന്നിട്ട് ഞാൻ അവിടെ ഒരു ലൈനർ കൊണ്ടാണ് കേട്ടോ ആ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം വെറും നമ്മുടെ A4 ഷീറ്റില്ലേ അത് ആ കുപ്പിയുടെ ഷേപ്പിന് കട്ട് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അധികം പെയിൻ്റ് ഇല്ലാണ്ട് യൂസ് ചെയ്തൊരു വർക്കായിരുന്നു ആ ഫോട്ടോ വർക്ക്. ഇനി ഈ ഒരു കുപ്പി എന്ന് പറയുന്നത് ഈ ഒരു ചാനലിലെ ഏറ്റവും ഫസ്റ്റത്തെ വീഡിയോ ആണ്. ഒരു 1.5 വർഷത്തോളം പഴക്കമുണ്ടാവും. ഇപ്പോൾ ഈ കുപ്പി അന്നൊഴിച്ച വെള്ളം അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്, ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു ക്രിയേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ബൈ.